ഹലോ കുട്ടികളെ, CBSE +2 ബോർഡ് എക്സാം ഫിസിക്സ് ഇന്ന് കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെ പേപ്പറും കുട്ടികൾക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. എങ്കിലും വലിയ കുഴപ്പമില്ല. ലാസ്റ്റ് 5 years ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തത് ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് പേപ്പറിനെ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വാല്യുവേഷനൊക്കെ നല്ല ലിബറൽ ആയിരിക്കും. ടഫായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പലർക്കും തെറ്റിപ്പോയിട്ടുള്ളതൊക്കെ. അപ്പം നമുക്കത് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ സെറ്റ് 1 മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ കീ ഇവിടെ ഒന്ന് ചെയ്തിടാം. അതിൻ്റെ പുറകെ സെറ്റ് 2 സെറ്റ് 3 വരും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ മെറ്റൽ പ്ലേറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C. If the sheet is partially occupies the space between the plates, that capacitance. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതിന് ε0 A/d എന്നാണ്. അതിനിടയിൽ ഈ മെറ്റൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിങ് ഷീറ്റാണ്. അപ്പോൾ D - T എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് C' എന്ന് കൊടുക്കാം. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ε0 A/d നോർമലി. അപ്പോൾ ഡിനോമിനേറ്റർ ഈ T എന്ന് പറയുന്നത് ഷീറ്റിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ D - T വരുമ്പോൾ ഡിനോമിനേറ്റർ കുറയും, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടും. ദാറ്റ് മീൻസ് C' becomes greater than C. അപ്പോൾ ഓപ്ഷൻ B, ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻ എ റീജിയൻ ഈസ് ഗിവൺ ബൈ ഈസ് ഈക്വൽ ടു ആൽഫ വെക്ടർ R by R cube, where alpha is a constant and R is the distance of the point from the origin. The magnitude of potential of the point is. Okay, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കാരണം എന്ത് ചെയ്യണം? നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മൈനസ് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ നിങ്ങൾ, ആൽഫ ഈ വെക്ടർ ആർ എന്ന് വെച്ച് കഴിഞ്ഞാലേ ആൽഫ വെക്ടർ ആർ എന്ന് വെച്ചാൽ R × R ക്യാപ്പാ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഈ മോഡുലസ് ഓഫ് R ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത് R ക്യൂബാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? × dr എന്ന് വരെ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? V = ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് ഇട്ടു. ഇൻ്റഗ്രൽ ഒരു R കട്ടായി. അപ്പോൾ ഈ R മേലേക്ക് പോകുമ്പോൾ R⁻² dr. R ക്യാപ്പ് പിന്നെ ഇട്ടാൽ മതി, അതൊരു ഡയറക്ഷൻ ആണല്ലോ. യെസ്, അപ്പോൾ V = ആൽഫ. ഇതറിയാൻ നിങ്ങൾക്ക് R⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1, ദാറ്റ് ഈസ് -1 × R ക്യാപ്പ്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതിയല്ലോ, അപ്പോൾ R ക്യാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ മൈനസും പ്ലസ് ആയി. ദെൻ നമുക്ക് കിട്ടുക ആൽഫ R⁻1, ദാറ്റ് ഈസ് V ആൽഫ ബൈ R. ഓപ്ഷൻ നോക്കൂ, ആൽഫ ബൈ R, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ B ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ A. തേർഡ് ക്വസ്റ്റ്യൻ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല കുട്ടികളിലും. അപ്പോൾ നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 4 resistors, each of resistance R and key K are connected as shown in figure. The equivalent resistance between the points A and B when key is open will be. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എൻ്റെയും ബിൻ്റെ ഇടയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിപ്പോൾ അതിനകത്തൊരു കീ കൊടുത്തു, എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇൻഫിനിറ്റ് എന്ന് എഴുതരുത് കേട്ടോ. ഇതില്ല, ഈ സാധനം അങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്താലേ റെസിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെയും ബിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത് നമുക്കറിയാം എന്ത്, ഇത് ഒരു പോയിൻ്റാണ്, ഇത് ഈ പോയിൻറ്റും ഈ പോയിൻ്റ് ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസും ഒരേ പോയിൻ്റാണ്. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസ് ഈ എൻ്റെ ഒരു കോമൺ പോയിൻ്റില്ല. അപ്പോൾ അത് ഈ 3 പാരലൽ R/3, ഇത് അതിന് സീരീസ് R/3 + R, R/3 + R, ദാറ്റ്സ് ഈക്വൽ ടു 4R/3. അതാണ് എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B, എയുടെയും ബിൻ്റെ ഇടയിൽ. അപ്പോൾ ഇൻഫിനിറ്റ് എന്ന് എഴുതരുതേ, അത് റോങ് ആണ്. ഇൻഫിനിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് റോങ് ആയിട്ടാണ് വരിക. ഇവിടെ കീ ഓപ്പൺ ആയതുകൊണ്ട് ഇൻഫിനിറ്റ് എന്ന് എഴുതരുത്, കാരണം അതിലൂടെ കറണ്ട് പോകുന്നില്ലല്ലോ. കറണ്ട് പോവുകയാണെങ്കിലാണ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്, ആ ഒരു കോൺസെപ്റ്റിൽ വേണം എടുക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A charged particle gains a speed of 10 to 6 meter per second when accelerated from rest through a potential difference of 10 kilovolt. It enters a region of magnetic field 0.4 Tesla that V perpendicular to B. The radius of circular path is described by it is. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാ കൈനറ്റിക് എനർജി. ഇപ്പം നമുക്ക് അതിനകത്ത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണെന്ന് നിങ്ങൾക്കറിയാം. എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ആണ്. അപ്പോൾ ഈ എം വി സ്ക്വയർ ഉള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ഇത് ഇവിടെ 2 അടിയിൽ 2 കൊടുത്താൽ മതി, ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ ഈ സാധനം ഹാഫ് എം വി സ്ക്വയർ എന്താ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി അക്വയർഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജാണ്. ഈ പൊട്ടൻഷ്യൽ ഇത് പൊട്ടൻഷ്യലാണെന്നുള്ള ബോധം വേണേ. ഈ വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി ബൈ ആർ ഇൻറ്റു ക്യൂ, ഇത് വെലോസിറ്റിയാണ്, ബി ബൈ 2. അപ്പോൾ ഈ കൈനറ്റിക് എനർജിക്ക് ഞാൻ എന്ത് കൊടുത്തു, ഫൈൻഡ് ചെയ്യേണ്ടത് റേഡിയസ് അല്ലേ. കൈനറ്റിക് എനർജിക്ക് ക്യൂ വി കൊടുക്കുക. വി വലിയ വി ആണ്, അത് വെലോസിറ്റി അല്ല പൊട്ടൻഷ്യലാണ്. ക്യൂ വി ആർ ബൈ ക്യൂ വി ബി ബൈ 2. അപ്പോൾ നമുക്ക് ക്യൂ കട്ടായി. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് കണ്ടത്. റേഡിയസ് ഈക്വൽ ടു 2v ബൈ വി ബി. ഇത് സ്മോൾ വി ആണ്. 2 ഇൻറ്റു വി എത്രയാണ് 10 കിലോ. അപ്പോൾ 10 × 10⁻³ ഡിവൈഡഡ് ബൈ പിന്നെന്താ ഉള്ളത്, വി സ്മോൾ ലെറ്റർ വി. സ്മോൾ ലെറ്റർ വി എത്രയാണ് 10⁶. 10⁶. മാഗ്നറ്റിക് ഫീൽഡ് 0.4. ഇതൊക്കെ ഫൈൻഡ് ചെയ്ത് കട്ടായിട്ട് നമുക്ക് അത് കിട്ടും. അപ്പോൾ 2ഉം 4ഉം കട്ടാവും. ഇവിടെ 2 കിട്ടും. 1/2 ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഈസ് 0.05 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ആൻസർ നോക്കുകയാണെങ്കിൽ ഇതാ 5 സെൻറ്റിമീറ്റർ കണ്ടോ. ഓപ്ഷൻ ബി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, കറണ്ട് ഓഫ് 10 pi ആംപിയർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. ദ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ ലൂപ്പ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ അറിയാം എല്ലാവർക്കും. എം ഈസ് ഈക്വൽ ടു ഐ എ. എൻ ഐ എ ആണ്, n 1 ആയതുകൊണ്ട് ഐ എ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ പൈ ആർ സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ എത്രയാ ഫൈൻഡ് ചെയ്യുക, 10/π ആണ്. ഇത് പൈ ആർ സ്ക്വയർ എത്രയാ 14 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ. യെസ്, പൈ കട്ടായിട്ട് 10 ഇൻറ്റു 14 196 ഇൻറ്റു 10⁻⁻4. അപ്പോൾ ഇത് കട്ടായിട്ട് 10⁻³ കിട്ടും. ദാറ്റ് ഈസ് 0.0196 ആംപിയർ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ദി magnetic dipole moment equation. Option C, that is the answer. The next question. The magnetic flux linked with a coil changes with the time Ts തന്നിട്ടുണ്ട്. T in 10 seconds in Weber. The value of EMF induced at t equal to 4 second is. EMF induced minus d∅dt ആണല്ലോ. അത് വീണ്ടും നമ്മൾ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം 16t + 5 എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് ഈ അറ്റ് t equal to 4 സെക്കൻഡ് ആകാനുള്ളത്. 16 × 4 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 16 × 4 64 + 5 69. യെസ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following rays coming from the sun plays an important role in maintaining the earth's warmth? Yes, infrared. Heat കാരണമാവുന്നത് infrared ആണ്. Next, the dimensions of mu epsilon raised to -1 that is 1/mu epsilon അതിൻ്റെ ഡയമെൻഷൻ ആണ്. നിങ്ങൾക്കറിയാം EM വേവിൽ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഓഫ് EM വേവ് ഈക്വൽ ടു ഇൻ മീഡിയം ഈക്വൽ ടു mu epsilon എന്നാണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും 1/√ അങ്ങ് പോകും mu epsilon. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡയമെൻഷൻ L t raised to -1 അല്ലേ. അതിൻ്റെ സ്ക്വയർ എന്താ L square t raised to -2. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Ninth question. Which of the following electromagnetic wave photons of largest momentum? Largest momentum means lambda is equal to h by p ആണല്ലോ. അപ്പോൾ p is equal to h by lambda. P is inversely proportional to lambda. വേവിലെന്ത് ഏറ്റവും കുറവുള്ളത് വേവ് ഏതാന്ന് നോക്കാം. യെസ്, അത് ഫ്രീക്വൻസി കൂടുതലല്ല. ദറ്റ് ഈസ് ഈ ഗിവൺ വേവ്സിൽ ഗാമ റേസ്. ഓപ്ഷൻ എ is the answer. Next question. A compound microscope has an objective and eyepiece of focal lengths and f4 and fe respectively. To obtain large magnification of small object, a microscope should have. നമുക്കറിയാം മൈക്രോസ്കോപ്പ് നമ്പർ എഫ്ഒയും എഫിയും ചെറുതായിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തിയറി തന്നെ. എഫ്ഒയും എഫിയും സ്മോൾ ആയിരിക്കും. പിന്നെ എഫ് ഒ ഒബ്ജക്റ്റീവ് ആദ്യം വരയ്ക്കുന്ന ലെൻസ് അതിൻ്റെ ഫോക്കൽ ലെന്ത് കുറച്ച് കുറവായിരിക്കണം. ഇത് ഏതാ ഓപ്ഷൻ ഏത് വരും നോക്കൂ. F4 and F4 is less. F4 is less. F4 is less. അതേതാ? യെസ്, ഇതല്ലേ വരിക. ഓപ്ഷൻ എ. എഫ്ഒയും എഫിയും സ്മോൾ ആണ്, പക്ഷേ എഫ്ഒ കുറവും എഫി കൂടുതലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ. അപ്പോൾ ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, മാറിപ്പോരുതേ. നെക്സ്റ്റ്. Two coherent light waves each having amplitude A superpose to produce an interference pattern on a screen. The intensity of light as seen on the screen varies between. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എത്രയാണ് ഇവിടെ? ഐ മാക്സും ഐ മിനിമവും A1 + A2 ഹോൾ സ്ക്വയർ ആണ് ഐ മാക്സ്. ഐ മിനിമം കെ ഇൻറ്റു ആണ്. ഐ മിനിമം A1 - A2 ഹോൾ സ്ക്വയറാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആകുമ്പോൾ ഇതെന്താ 2A ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഹോൾ സ്ക്വയറുള്ളത് മറന്നു പോയത് 4A². ഇതെന്താ കിട്ടുക? 0. അപ്പോൾ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് 4 times the kinetic energy of proton. Kinetic energy of alpha is equal to 4 times kinetic energy of proton given ആണ്. Then the ratio of alpha lambda alpha plus divided by lambda dipole wavelength of proton. അപ്പോൾ നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു h/√2m കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് റേഷ്യോ കാണണം. ലാംഡ ആൽഫ ഡിവൈഡഡ് ബൈ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ചും റൂട്ടും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത് മാത്രം വരും. റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ആൽഫ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ. അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ തന്നെ. പിന്നെയോ മാസ് ഓഫ് ആൽഫ നിങ്ങൾക്കറിയാം 4 times മാസ് ഓഫ് പ്രോട്ടോൺ. അതറിയണേ. കൈനറ്റിക് എനർജി 4 times മാസ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോണാണ്. അപ്പോൾ ഇതും കട്ടായി, ഇതും കട്ടായി. 1/√16 ദാറ്റ് ഈസ് 1/4. ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 12 ക്വസ്റ്റ്യൻസിൻ്റെ MCQ ആൻസേഴ്സ്. പിന്നെ ഈ അസേഷൻ റീസണും കൂടെ ഒന്ന് നോക്കിക്കോളൂ. എന്നാൽ ഫസ്റ്റ് 13th ക്വസ്റ്റ്യൻ. ദ ഇംപ്യൂരിറ്റീസ് ഇൻ പി ടൈപ്പ് സിലിക്കൺ ആർ നോട്ട് പെൻഡാവാലൻറ്റ്. പി ടൈപ്പിൽ ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. പിന്നെ ദ ഹോൾ ഡെൻസിറ്റി ഇൻ വാലൻസ് ബാൻഡ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അക്സെപ്റ്റഡ് ഡെൻസിറ്റിയാണ്. കാരണം നമ്മൾ ഡോപ്പിംഗ് നടക്കുമ്പോൾ ഹോൾസിനെ ഡൊണേറ്റ് ചെയ്യുന്ന അക്സെപ്റ്റഡ് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി ഓഫ് അക്സെപ്റ്റഡ് മ്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ അതും ശരിയാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി. അപ്പോൾ 13th ബി കൊടുക്കാൻ പറ്റും നമുക്ക്. നോക്കണേ നിങ്ങൾ. both assertion and reason are true, but reason R is not the correct explanation. Next. During formation of nucleus, the mass defect produced is the source of binding energy. Binding energy എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സോഴ്സ് മാസ് ഡിഫക്റ്റ് ആണ്. കറക്റ്റ്. പിന്നെ for all nuclei the value of binding energy per nucleon increases with the mass number. No, നിങ്ങൾക്കറിയാം, that is wrong. നിങ്ങൾക്കറിയാം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഹെവിയർ ന്യൂക്ലിയസിന് കുറവാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് എ കറക്റ്റാണ്, അസേഷൻ കറക്റ്റാണ്, റീസൺ റോങ്. അപ്പോൾ ഇത് അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾ. ഓപ്ഷൻ സി. നെക്സ്റ്റ് അടുത്ത് നോക്കൂ. ദ ബാൾമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ഈസ് ഫോംഡ് വെൻ ദ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ദി
ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒരിക്കലും അല്ല, അത് ലൈമാൻ അല്ലേ, അപ്പോൾ ഇത് റോങ് ആണ്. ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ ക്യാൻ ജംപ് ബിറ്റ്വീൻ സക്സസീവ് ഓർബിറ്റ്സ് ഓൺലി. അല്ലല്ലോ, അപ്പോൾ രണ്ടും അങ്ങനെയുണ്ടോ? ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ. ബോത്ത് assertion and reason are false. Option D. Option D. Next, in Rutherford's alpha particle scattering experiment, the presence of only few alpha particles at angles of scattering pi lead him to the discovery of nucleus.